ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽപാത നടപ്പാക്കാനാകില്ല എന്ന് സംസ്ഥാന സർക്കാർ. DMRC റിപ്പോർട്ട് അപൂർണമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് പഠിച്ച ശേഷം മാത്രം തുടർ നടപടി സ്വീകരിക്കും. കേരളിന് പറ്റിയ അബദ്ധം ആവർത്തിക്കരുത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവരത് പരിശോധിച്ച് ഉള്ള റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. അതിലെ ഇതൊരു പൂർണ്ണമായ റിപ്പോർട്ടല്ല എന്നൊരു വിലയിരുത്തലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു എക്കണോമിക് മോഡൽ, ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിൻ്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. യാത്രക്കാരുടെ എണ്ണം പോലും കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയിട്ടില്ല. ഒരു അപൂർണമായ റിപ്പോർട്ടാണെന്നാണ് ഇടക്കാല സമിതിയുടെ ഇത്. സർക്കാർ ഇതിനെ സംബന്ധിച്ച് സർക്കാർ ഒന്നുകൂടി ആലോചിച്ച് ഇതിൻ്റെ ബദൽ മാർഗങ്ങളും മറ്റു കാര്യങ്ങളും ആലോചിക്കും. അലൈൻമെന്റിൽ മാറ്റങ്ങൾ വരുത്തി അതിവേഗ റെയിൽ നടപ്പാക്കാമെന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ ശുപാർശ. റോഷിപാൽ വിവരങ്ങൾ നൽകും. റോഷിപാൽ, ഇപ്പോൾ അതിവേഗ റെയിൽ പദ്ധതി ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണോ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നൽകിയത്? അതൊരു അപൂർണമായ റിപ്പോർട്ടാണ്, കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, അതിനൊരു വിദഗ്ധ സമിതിയുണ്ട്. അതോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന കേരളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പിഴവുകൾ അത് ആവർത്തിക്കാനാവില്ല എന്ന് കൂടിയല്ലേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? സ്മൃതി, അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട ഇ ശ്രീധരൻ നൽകിയ റിപ്പോർട്ട് അത് പഠിച്ച് വിദഗ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അപൂർണമായ റിപ്പോർട്ടാണ് ഇ ശ്രീധരൻ നൽകിയത്. ഇ ശ്രീധരന്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി ഒരു കാരണവശാലും DPRുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികളിലേക്ക് പോകാൻ പാടില്ല എന്നാണ്. അത് സർക്കാർ അംഗീകരിച്ച് ഇ ശ്രീധരന്റെ പദ്ധതി ഉപേക്ഷിക്കാനായിരിക്കും സാധ്യത. ഒരു ബദൽ മാർഗം കണ്ടെത്താനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. കാരണം നിലവിൽ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽപാതയിൽ അത് യാത്രക്കാരെ കൊണ്ട് മാത്രം അത് ലാഭകരമാകില്ല എന്ന വിലയിരുത്തലിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ചരക്ക് ഗതാഗതം കൂടി അതിവേഗ റെയിൽപാതയിലേക്ക് കൊണ്ടുവരണം, അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്കാണ് സർക്കാർ പോകുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചതിന് ശേഷമാകും തീരുമാനമുണ്ടാകുക. ഏതായാലും ഇ ശ്രീധരന്റെ പദ്ധതി ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. വളരെ വിശദമായ പഠനം നടത്തണം. കാരണം പാരിസ്ഥിതിക ആഘാതം പഠിക്കണം, അതിന്റെ സാധ്യത, സാമ്പത്തികമായ സാധ്യത പരിശോധിച്ച് കണ്ടെത്തണം. കാരണം വലിയ വായ്പ എടുക്കുന്നതാണ്, അത് തിരിച്ചടക്കേണ്ടതുണ്ട്. അത് യാത്രക്കാരുടെ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് മാത്രം ആ പണം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു വിശദമായ പരിശോധനയിലേക്ക് സർക്കാർ കടക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമാകും ആ അതിവേഗ റെയിൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുക. ശരിയാ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.